ഹലോ, വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ബോർഡേഴ്സ്. അപ്പോൾ ഇന്ന് ഡേ 2 ആണ് കേട്ടോ. ഞങ്ങൾ ഇന്ന് ട്രിപ്പ് വന്നിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് ഞങ്ങൾ കിച്ച് ഇട്ടി കിപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് പേരുള്ള ഒരു സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. ഇത് നല്ലൊരു അടിപൊളി സീനിക് വ്യൂ ഉള്ള ഒരു സ്ഥലമാണ്. നല്ല ഗ്രീൻ കളർ വെള്ളമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇവിടെ നല്ല ക്യൂ ആണല്ലേ. അതാ ഫെറിയിൽ പോകുന്നതായിരിക്കും പോയി നിൽക്കാം. You've got beaver over here, muskrat, deer, bear, raccoon, skunk, badger, ermine, winter face, marten, fisher, otter, mink, red fox, bobcat, and coyote. അങ്ങനെ ഞങ്ങളുടെ ക്യൂ നിക്കൽ നല്ല രസകരമാക്കാൻ വേണ്ടി ഇങ്ങനൊരു സ്റ്റോൾ ഇവിടെ കണ്ടു. നോക്കിയപ്പോൾ എന്താ ഇവിടെ ഉള്ള മൃഗങ്ങളുടെ തോലാണത്, റിയൽ തോലാണ് കേട്ടോ. അത് നമുക്ക് തൊട്ട് നോക്കാനൊക്കെ അവർ സമ്മതിച്ചു. നമ്മളെ ബാക്കിൽ തന്നെ ലൈൻ ഫോം ആയി. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ അവിടെ അത്രയും ലൈൻ ഉണ്ട്. 2 hours ആവുന്നാണ് പറയുന്നത്. ബട്ട് ഒരു ബോട്ടിലാണ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. സേയിങ് 20 minutes ആവും. ഒരു 1 boat can hold up to 40 people. So yeah, we're just waiting in line for now. நல்ல டே ആണ്, പക്ഷേ pleasant weather. எதுக்கு வெயிட் பண்ணிருக்கோன்னு யாருக்குமே தெரியாது. ஆனா இவங்க 2 பேரும் இப்போ வந்து வெயிட் பண்ண சொல்லிக்கிட்டு இருக்காங்க. இவங்களோட ஃபேஸ் பாத்தீங்கன்னா தெரியும், எல்லாம் ரிக்ரெட்ல நின்னுகிட்டு இருக்காங்க. அதாவது இந்த குத்து வந்துட்டு இவங்க 2 பேர்த்தையும் குத்த வேண்டிய குத்து, அது இவங்க குத்த வேண்டிய குத்து பாத்துட்டு தான் போவோம். இங்க எல்லாரும் எதுக்கு நிக்கிறாங்கன்னு பாத்தீங்கன்னா ஃப்ரெண்ட்ஸ், இங்க ஒரு வெள்ளம் தெரியுதா, ஊத்து தெரியுதா, இந்த ஊத்துல இருக்கிறதுக்காக ஃப்ரெண்ட்ஸ் நிக்கிறாங்க எல்லாருமே. ப்ளூ கலர் வாட்டர் பாக்குறதுக்காக வந்திருக்காங்க ஃப்ரெண்ட்ஸ். ஆனா இது வந்து ப்ளூங்கிறாங்க, கலர் பிளைண்ட்னஸ் போல இந்த பொண்ணுக்கு. பட் இவங்கதான் நீங்க செலிபிரிட்டி மெயின் ஃப்ரேமா பாத்துக்கிட்டு இருக்கீங்க. இந்த இடத்த பத்தி சொல்லுங்க, நீங்க தான் சூஸ் பண்ணீங்க இந்த இடத்த. ഇதை പാത്തിട്ട് ബ്ലെൻഡ് ആയിരിക്കും. അങ്ങനെ നമ്മള് കിച്ചി ടീ ഇപ്പിയിലെത്തി. അതിലാണ് നമ്മൾ പോകാൻ പോണത്. സോ ഫൈനലി ഒരു 2 hours വെയിറ്റിൽ വന്നിട്ട് എത്തി. അങ്ങനെ ഒരുപാട് സമയത്തെ കാത്തിരിപ്പിന് ശേഷം ഓൾമോസ്റ്റ് ഒരു 2 hours ഞങ്ങൾ അവിടെ ക്യൂല് നിന്നിട്ടുണ്ടായിരിക്കും. കൂടെ വന്ന ആൾക്കാരുടെ ക്ഷമൊക്കെ ഫുൾ നശിച്ച് എന്തായാലും വേണ്ടില്ല, ഞങ്ങൾ ഇതിൽ കയറാൻ തന്നെ തീരുമാനിച്ചു. എന്തായാലും ഇത്ര സമയം നിന്നതല്ലേ. അങ്ങനെ കാത്തിരിപ്പിന് വിരാമമായിട്ട് ഇതാ നമ്മളുടെ ബോട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആളുകൾ ഇതിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ഇതിനകത്തൊരു ഗ്ലാസ് പോർഷൻ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ വെള്ളത്തിന്റെ അകത്തൊക്കെ കാണാം. നല്ല ഗ്ലാസ് വാട്ടർ ആയതുകൊണ്ട് തന്നെ നല്ല ക്ലിയർ ആണ്, അകത്തൊക്കെ നല്ല തെളിഞ്ഞു കാണാം. അജി എവിടെ പോകുമ്പോഴും അവിടെയുള്ള നല്ല ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ പറഞ്ഞു തന്നൊരു കാര്യമാണ്, ഇത് മിഷിഗനിലെ ലാർജസ്റ്റ് നാച്ചുറൽ ഫ്രഷ് വാട്ടർ സ്പ്രിംഗ് ആണെന്നുള്ളത്. 40 feet ആണ് ഇവിടെ. 40 feet ഊറ്റം കാണാൻ പറ്റും കണ്ണില്. വെള്ളം അങ്ങനെ ഉള്ളിൽ പ്രൊഡ്യൂസ് ആയിട്ട് വരുന്ന പോലെ ഇങ്ങനെ നമ്മൾ അകത്തോട്ട് പോകുമ്പോ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ അവിടെ മിക്കവാറും കാണാൻ പറ്റും. ഗ്ലാസിനുള്ളിൽ കൂടെ കുറച്ചുകൂടെ കാണാൻ പറ്റും അല്ലേ. ഈ ഒരു റോപ്പ് യൂസ് ചെയ്തിട്ടാണ് അവർ നമ്മളെ പുള്ള് ചെയ്യുന്നത്. പുള്ളിയല്ല, നമുക്ക് തന്നെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് നല്ല ടൈം അവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട് കേട്ടോ, മിറർ ഓഫ് ഹെവൻ എന്നാണ് ഇതിന്റെ മറ്റൊരു പേര്. അപ്പൊ ഞങ്ങളൊക്കെ കാഴ്ചകൾ കണ്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കുമ്പോ ഈ ചെറിയ കുട്ടികളാണ് കേട്ടോ ഈ ഫെറിയൊക്കെ കൺട്രോൾ ചെയ്തോണ്ടിരുന്നത്. എന്നാൽ തിരിച്ചു വരുമ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. സംഭവം സിമ്പിൾ ആണ്. അജി ഞാനും കൂടെ അതിങ്ങനെ കറക്കിക്കൊണ്ടിരുന്നു. അപ്പൊ അതിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരുന്നു. ഇത്രയും ആൾക്കാർ, അടുത്ത ട്രിപ്പിനുള്ള ആൾക്കാർ വെയിറ്റിംഗ് ആണ് കേട്ടോ അവിടെ. ഇപ്പോഴാണ് മനസ്സിലായത് എന്താണ് ഇത്രയും സമയം എടുത്തത് എന്നുള്ളത്. അടുത്ത വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് വന്നിട്ട്, നമ്മളിപ്പോൾ കണ്ട സ്പ്രിങ്ങിലെ വെള്ളം വന്നിട്ട് 630 liter per second ആണ് ത്രൂ ഔട്ട് ദ ഇയർ വരുന്നതും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ കൊച്ചു കൊച്ചു മീനുകൾ കാണാം. ആക്ച്വലി അത് ഭയങ്കര വലിയ മീനാണ് കേട്ടോ. ലേക്ക് ട്രൗട്ട് എന്നാണ് പറയുന്നത്, ആറ്റുമീൻ. അങ്ങനെ നമ്മളുടെ എല്ലാ പ്രാവശ്യത്തെയും പോലെയുള്ള ചടങ്ങ് മുടക്കണ്ട. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ്. ഇപ്രാവശ്യത ഈ ക്യൂട്ട് ലിറ്റിൽ സാധനമാണ് എടുത്തത് കേട്ടോ. രാവിലെ ഒരു കാൽ ചായ കുടിച്ച് ഇറങ്ങിയോണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അടുത്തുള്ള ഒരു നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് ഇവർ തപ്പി കണ്ടുപിടിച്ചു. ഈ അജിയുടെ കയ്യിലുള്ളത് നമ്മളുടെ ട്രാഷ് ആണ് കേട്ടോ. സോ നമ്മളത് ഇവിടെ കളഞ്ഞിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കയറി ചെന്നപ്പോൾ തന്നെ നമ്മളുടെ ഒറിജിനലിനെ വെല്ലുന്ന കുറച്ച് കരടിക്കുട്ടന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്തന്നെ ഒരു ക്ലോ മെഷീൻ കണ്ടത്. ഇത് ഞങ്ങളുടെ അടുത്തൊരു ആചാരമാണ്. എവിടെ ഇത് കണ്ടാലും ഞാനും അജി അത് ട്രൈ ചെയ്യാതെ പോവില്ല. ഇതിന് നമ്മൾക്ക് കയ്യിൽ കോയിൻസ് കരുതാണ് കേട്ടോ എപ്പോഴും. അപ്പോൾ അജി അത് എപ്പോഴും അങ്ങനെ വെക്കാറുമുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് പതിവിലും കൂടുതൽ കുറേ കിട്ടി. ആ ഒരു സന്തോഷത്തിൽ ഇനി നമുക്ക് പോയി ഫുഡ് കഴിക്കാം. അപ്പോൾ നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. മോനെ, இந்த பெண்குட்டி இத்தினூண்டு இருந்துகிட்டு என்ன வேலை செய்யுதோ? ஐயோ, எங்க பாஸ் பேசுது.
സോ നമ്മളിപ്പം ലേക്ക് സുപ്പീരിയറിലാണ് വന്നേക്കുന്നത്. കഴിഞ്ഞ വ്ളോഗിൽ ഞങ്ങൾ ഇവിടെ ക്രൂസിൽ പോയതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഗോ ചെക്ക് ദാറ്റ് ഔട്ട് ഇൻ അവർ പ്രീവിയസ് വ്ളോഗ്. ബട്ട് അതിൽ നിങ്ങൾ കണ്ട ആ ലാൻഡ് ഫേസസ് ആൻഡ് പിക്ചർ റോക്സ് ആണ് അവിടെ ദൂരെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ കുളിക്കാനുള്ളൊരു നല്ല സ്പോട്ട് തിരഞ്ഞിട്ട് ലാസ്റ്റ് ഇവിടെയാണ് വന്നെത്തിയത്. നല്ല ലൊക്കേഷൻ ആയിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് വെള്ളം അത്ര കോൾഡ് ആണെങ്കിൽ ഇറങ്ങാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെള്ളം ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് ആദ്യം വന്നത്. ഓക്കെ ആണെങ്കിൽ പോയി ഡ്രസ്സ് മാറ്റിയിട്ട് കുളിക്കാനായിട്ട് റെഡി ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഒരു സ്പോട്ട് ഫിക്സ് ചെയ്തു. ഈ ട്രിപ്പിന് വേണ്ടി നമ്മൾ ഡ്രോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ ഡ്രോൺ ഫുട്ടേജസ് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലും പിന്നെ ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. ഇതിലും ഇപ്പോൾ കുറച്ച് നിങ്ങൾ കാണാം. സോ അതിൽ നല്ല വ്യൂസും ഫുട്ടേജും കിട്ടിയിട്ടുണ്ട്. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഞങ്ങൾ കുറച്ച് സ്വിം ചെയ്ത് ഫണ്ണൊക്കെ ആയിട്ട് വി റാപ്ഡ് അപ്പ് ദ ഡേ. ഒരു ചെറിയൊരു മെമ്മറി മോണ്ടാജ് ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ പ്ലഗ് ചെയ്യാം. എൻജോയ്. They're shining so bright, we're gonna dance through the night. Hands up, feeling the heat. Move your body to the beat. Step by step, we start to... The next day. கைஸ் நாங்கள் எல்லாரும் அப்படியே கிளம்புறோம். அவங்க 2 பேர் வந்து அப்படியே கார்ல போக போறாங்க. So yeah, they're heading off to Minneapolis. நாங்க வந்து டொலிடோ. So என் விருப்பத்திற்கு மாறாக என்னை வீடியோல எடுக்கிறாங்க. அப்படிதான் பண்ணுவேன். അങ്ങനെ നമ്മൾ എയർബിഎൻബി ചെക്കൗട്ട് ചെയ്തിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു ഹോർസ് ഡ്രോൺ ക്യാരേജ് കണ്ടപ്പോഴത്തേക്ക് സനയ്ക്ക് ഞാൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത് ഇവിടെ ഇവർ ആമിഷ് പീപ്പിൾ എന്ന് പറയും. ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പാണ്. ഭയങ്കര ട്രഡീഷണലിസ്റ്റിക് ബിലീഫ് ആൻഡ് സിമ്പിൾ ലിവിങ് ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പായിട്ടുള്ള പീപ്പിളാണ്. യു വോണ്ട് ഇവൻ ബിലീവ് ടെക്നോളജി പരമായിട്ട് ഇവർ ദേ ഈവൻ റിജക്ട് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ടെലിവിഷൻസ്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ബെയർ റാഞ്ച് ഉണ്ട്. അവിടെ നമുക്ക് ബേഴ്സിനെ പെറ്റ് ചെയ്യാം, പിന്നെ അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എൻട്രി ആണ് ഈ കാണുന്നത്. ഒരു കാട്ടിൻ്റെ അകത്തേക്ക് പോകുന്ന ഒരു ഫീലാണ്. പിന്നെ നമ്മൾ ഇവിടെ പോയിട്ട് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് വേണം അകത്ത് കയറാനായിട്ട്. പിന്നെ അവർക്ക് അവരുടേതായിട്ട് ഒരു കുട്ടി ഗിഫ്റ്റ് ഷോപ്പും കൂടെ ഉണ്ട്. അപ്പോൾ അജി അവിടുന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ കപ്സിനെ കാണാനാണ് പോകുന്നത്. ചെറുതാണ്, 5 months ഓൾഡ് ആണ് അവർ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ കാണുന്നത് ഇവർ ഭയങ്കര അടിയായിരുന്നു രണ്ടുപേരും. ആദ്യം ആരാണ് ഉള്ളിലേക്ക് പോകേണ്ടതെന്നുള്ളത്. കാരണം ഇവരെ കൂടെയാണ് നമ്മൾ ഫോട്ടോ എടുക്കുക. അപ്പോൾ അവരുടെ ഫീഡിങ് ടൈം ആയതുകൊണ്ട് തന്നെ രണ്ടാളും ഭയങ്കര അടിയായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയത് കുറച്ച് നേരത്തെ ആയതുകൊണ്ട് തന്നെ 4 മണിക്ക് ശേഷം മാത്രമാണ് ഇവരെ ഇറക്കുള്ളൂ. അപ്പോൾ അതുവരെ ഞങ്ങൾ മെയിൽസിനെയും ഫീമെയിൽസിനെയും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അവർക്ക് ഫീൽഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആപ്പിൾസ് ഇവിടുന്ന് വാങ്ങിക്കാം. അതിന് അവർ സ്റ്റോൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടത് ആനിമൽസിൻ്റെ തോലൊക്കെ ഇങ്ങനെ ഉരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഇനി നമ്മൾക്ക് നേരെ അവരെ ഫീഡ് ചെയ്ത് കൊടുക്കാൻ പോവാം. ഇട്ട് കൊടുക്കട്ടെ. ഞാനെടുത്ത് சாப்பிடுறா சாப்பிடுறா செல்லம். வர அந்த இவன் வந்துட்டா. சாப்பிடுங்கடா. யாரோ ஒருத்தனால சாப்பிடுங்க. ஓ கை எப்படி வச்சிருக்கு? என்னது பிளேட் மாதிரி வச்சு சாப்பிடுது? ஆமா, நீ இவ்ளோ பக்கம் வந்து ஓ அவன் பாரு எப்படி கேக்குறா. உனக்கு தான் ஆப்பிள். ஹியர் கோ கேட்ச். ஓ வாவ் ஜூடி, நீ வந்து அப்படி இருக்க கூடாது. ஹியர் கோ கேட்ச். സന ഇട്ട ആപ്പിള് ദോ ഈ ബിഗ് കഴിക്കുന്ന അത് നോക്കിയിരിക്കുന്നത്. See, like they're holding that. നല്ല വിശപ്പില്ല. ഒന്നും കൂടി ഇട്ട് കൊടുത്ത് കഴിക്കുന്ന നോക്കട്ടെ. അവർ കയ്യിലെടുത്ത് വെച്ചേക്കുന്നുണ്ട്. ആ കയ്യില് അതങ്ങനെ പിടിച്ചിട്ട് വച്ചാണ് തിന്നുന്ന. ഏയ് look at him. വായിലിട്ടോട്. വായിലിട്ട് കൊടുക്കാൻ പറ്റുമോ? ചുമ്മാ അത് ക്യാച്ച് ചെയ്യുന്ന നോക്കാം. ഇങ്ങടുത്ത ഒരേ ഒരെണ്ണം. ബോയ് have to catch this, okay? Girl. Go. ஒருத்தி தான் அப்படியே உட்காந்து சாப்பிட்டுருக்காளா? அவங்களுக்கு எல்லாம் வேண்டாமா? மத்தவங்க அந்த சைடுல இருக்க வர மாட்டேங்கல. இதுதான் வேணுமா? ஆல்பா ஃபீமேல். നഗരവേ ഇല്ല. സോമ്പേരി. നീ ഇട്ടോ ലാസ്റ്റ് നിന്റെ ഇട്ടോട്. ഞാൻ ഇട്ട് കൊടുക്കുമ്പോ ക്യാച്ച് പിടിക്കുന്ന കേട്ടോ. ഓക്കെ, മൊത്തത്തിൽ വാങ്ങിട്ട് പോയിരിച്ചു. ബൈ ബൈ. അങ്ങനെ നമ്മൾ ഫീമെയിൽസിനൊക്കെ ഫീഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവിടെ പറഞ്ഞിരുന്നത് മെയിൽസിനെയൊക്കെ വന്നിട്ട് അവിടുത്തെ ആൾക്കാർ തന്നെ ഫീഡ് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ അതിന് കാണാൻ വേണ്ടി ഞങ്ങൾ മുകളിലോട്ട് ഒരു ഡെക്കിലോട്ട് കയറിപ്പോയി ആ മെയിൽസിൻ്റെ സെക്ഷനിൽ അവിടെ നിൽക്കുകയായിരുന്നു വെയിറ്റ് ചെയ്തുകൊണ്ട്.
അയ്യോ അതിപ്പോ എല്ലാം തറച്ചിടാം. അത് പോണതാ വണ്ടിയില്. ഇറങ്ങി ഇറങ്ങി. ഇനി നമ്മൾ കബ്സിനെ പെറ്റ് ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ കുറച്ച് സമയം കിട്ടും. അവരവിടെ വീഡിയോ അലൗ ചെയ്തിട്ടില്ല, ഫോട്ടോ മാത്രമാണ് എടുക്കാൻ പറ്റിയ. നമ്മളിപ്പോ ഇവിടെ ബെയർ കബ്സിനെ വന്നിട്ട് ഫീഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പെറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടെ ക്യൂലാണ്. സോ 3 പേര് റെഡിയായി ഇങ്ങനെ നിപ്പുണ്ട്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ഫൈറ്റ് ആണ്. കരടി ഫൈറ്റ്. ഡാൻ പറഞ്ഞ കരടി ഫൈറ്റ്. ആപ്പിള് വായിൽ വെച്ചിട്ട് ആപ്പിള് കൊടുക്കണം എന്നൊക്കെ ആയിരുന്നു പ്ലാൻ. എന്തൊരു ചെയ്യാം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മള് കൈ അടുത്ത് കൊണ്ടുവരുത് എന്റെ മൗത്തിന്റെ അടുത്ത് നിന്ന്. അപ്പൊ അതെന്തായാലും പോയി. വിഷ്വൽസ് കിട്ടിയാൽ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. നമ്മളെന്തെങ്കിലും ആക്സസറീസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ബ്രേസ്ലെറ്റ്, റിങ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അഴിച്ചു വെച്ചിട്ട് മാത്രമേ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ ബാച്ച് ആയിട്ടാണ് കയറ്റുന്നത്. പിന്നെ അവരത് ക്ലോസ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ ഗിഫ്റ്റ് ഷോപ്പിൽ പോയിട്ട് ഈ ഒരു ബെയറിനെ എടുത്തു, ഇവിടുത്തെ ഒരു മെമ്മറിക്കായിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പോകുന്ന വഴിക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. ഭക്ഷണം വിചാരിച്ച അത്ര അടിപൊളി അല്ലെങ്കിലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി. പിന്നെ അതിൽ ആ ഒരു ഫിഷിൻ്റെ ഐറ്റം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയൊക്കെ ഡീസൻ്റ് ആയിരുന്നു. ഇവിടുന്ന് കഴിച്ച സൂപ്പ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതെല്ലാം എൻഡ് ചെയ്തത് ഒരു നല്ല 2 ഡിസേർട്ട് ഓർഡർ ചെയ്തിട്ടാണ്. ഇന്ന് നല്ല റിച്ച് ഇൻ ചോക്ലേറ്റ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വ്ളോഗായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.